BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ ടീമാണ്. അതിലൊരു പൂർണ്ണതയുണ്ടോ? നല്ല ടീമല്ലേ? നല്ല ടീം. ഇതൊരു കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താ? തുടർച്ചയും മാറ്റവും. ഫോർ എക്സാമ്പിൾ എന്താണ് സംഭവം? എഞ്ചിന് മുമ്പ് ഈ പറയുന്ന പോലെ ഇങ്ങനെ ഫുള്ള് മുടിയൊക്കെ നിറച്ച് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ നടന്ന പെൺകുട്ടി ആവാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ട് കുറച്ച് സിറ്റിയിലൊക്കെ വന്ന് ജീവിക്കുമ്പോൾ എഞ്ചിനായി തന്നെ നിൽക്കും. പക്ഷെ ലുക്കൊക്കെ മാറും. മുടിയൊക്കെ സ്ട്രേറ്റും ചെയ്യും, സ്മൂത്തൻ ചെയ്യും, മൂക്കുത്തിയിടും, അങ്ങനെ ചെയ്യും, കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടുള്ളൂ. ഇത് നമ്മൾ കണ്ടിന്യൂ. ഒരാൾ മാറുന്നില്ല, പക്ഷേ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അയാളിൽ വരും എന്നുള്ളത്. ചില ആളുകളുണ്ട്, അവർ അന്നെന്തായിരുന്നുവോ അതുപോലെ തന്നെ എപ്പോഴും ജീവിക്കും. എന്നിട്ട് ഇതാണ് തനിമ, മറ്റേത് സംസ്കാരം എന്നൊക്കെ പറയുകയും ചെയ്യും. എണ്ണയൊക്കെ 2 കിലോ എണ്ണയൊക്കെ തേച്ച് മറ്റേ കൈരളി TV പ്രോഗ്രാമിൻ്റെ ബാസിലിനെ പോലെ 2 കിലോ എണ്ണയൊക്കെ തല തേച്ച് ഈ പണ്ടത്തെ അതേ രീതിയിൽ തന്നെ നടക്കും. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അവർ പണ്ടത്തെ അതേ രീതി, ഇതാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നതാണ് അവർ വിചാരിക്കുക. BJPക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സ്ഥിരം ഇലക്ഷന് മത്സരിക്കാൻ കുറേ നേതാക്കന്മാർ, സ്ഥിരം സംസ്ഥാന കമ്മിറ്റിക്ക് കുറേ നേതാക്കന്മാർ, ഇങ്ങനെയുള്ള ഒരു സ്ഥിരം മുഖങ്ങളായിരുന്നു. അപ്പോൾ രാജീവ് വന്നപ്പോൾ തന്നെ അതിൽ മാറ്റം പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ വെറുതെ രാജീവും യൂസഫ് അലി സാവുന്ന ഒരു പണിക്ക് മെനക്കെടുക്കുക. അവർ വന്നാൽ ഒരു 10 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് അവർ ഏത് പരിപാടിക്കും പോകും. അപ്പം അത് മാറ്റം കാണാനുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് പരിചയമുള്ള BJPയിലെ പല മുഖങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. അതായത് സുരേഷ് ഉണ്ട്, രമേശ് ഉണ്ട്, ശോഭാ സുരേന്ദ്രൻ ഉണ്ട്. അല്ല, അനുമാനിന് നിങ്ങൾ അത്ര പരിചയമില്ല. ഇവരെക്കാൾ നിങ്ങൾക്ക് പരിചയമുള്ള കണ്ടിന്യൂറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾ. അപ്പോൾ നിങ്ങൾക്ക് അപരിചിതത്വം പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. എന്നാൽ ചേഞ്ച് ഉണ്ട്. കീ പൊസിഷനിലായിരുന്നു അനൂപ് ആൻ്റണി വരുന്നു, അതുപോലെ നമ്മൾ IPS ഓഫീസർ വരുന്നു, ശ്രീലേഖ വരുന്നു. പിന്നെ സുരേഷിൻ്റെ പൊസിഷൻ, സുരേഷ് ഇപ്പം കുറച്ചും കൂടി ഒന്ന് വിസിബിളായി. പിന്നെ സലാം സാറ് വരുന്നു. അങ്ങനെയുള്ള ആളുകൾ വരുന്നു. മുമ്പ് ഒരു ആലുവക്കാരനൊരു മുസ്ലിം നസീർ ഉണ്ടായിരുന്നു. പക്ഷെ നസീർ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ സലാം സാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. എല്ലാം ഈ വന്ന ആളുകളെല്ലാം ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നോക്കിയാൽ മതി. ശ്രീലേഖ മാഡത്തിനുണ്ട്, അനൂപിനുണ്ട്. അനൂപ് ഡൽഹിയിൽ വിവേകാനന്ദ ഫൗണ്ടേഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. അതേപോലെ തന്നെ സലാം സാർ അദ്ദേഹം BC ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരുകൾ പുതുതായിട്ട് വരുന്നു. ഷോണ് വരുന്നു. ഷോണ് അച്ഛനെ പോലെയല്ല. ഷോൺ വളരെ പ്രൂഡൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അത് ഷോണിനൊക്കെ അവൻ്റെ ഒരു നിയമസഭാ മണ്ഡലത്തിനെങ്കിലും തോൽപ്പിക്കാനുള്ള സ്ട്രെങ്ത് ഉള്ള ആളാണ്. അനൂപ് ആൻ്റണി ആണെങ്കിൽ സഭകളായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അത് അനൂപിൻ്റെ ഏറ്റവും വലിയൊരു നല്ലൊരു ഭാഷ അറിയാവുന്ന ബിഹേവ് ചെയ്യണം അനൂപിന്. അപ്പം ഈ കാലത്തിൽ BJP ശോഭാ സുരേന്ദ്രൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജെന്യുയിനായിട്ടുള്ള ഓർഗാനിക്കായിട്ട് ഏറ്റവും വലിയ ഡെമഗോഗാണ്. ഡെമഗോഗ് വെച്ചാൽ ഒരു വലിയ മാസിനെ പ്രസംഗിച്ച് കയ്യിലെടുക്കാൻ ശേഷിയുള്ള ആൾ. ഇന്ന് കേരളത്തിൽ ആ ശേഷിയുള്ള ഒരേ ഒരാൾ, മറ്റുള്ളവരൊക്കെ അവരുടെ പാർട്ടിയുടെ ചിലവിൽ ആളുകൾ ഉണ്ടാതിരുന്ന് കേൾക്കുന്നതല്ലാതെ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ മാസിനെ കയ്യിലെടുക്കാൻ ഭയങ്കര ശേഷിയുള്ള ഒരാളാണ്. മാസിൻ്റെ പൾസ് അവർക്ക്. അപ്പോൾ അവർ വരുന്നു. അപ്പം ഈ കാലഘട്ടത്തിന് വേണ്ട ഒരു മാറ്റം, BJPക്ക് ഗുണം ചെയ്യാവുന്ന കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മാറ്റം ലിസ്റ്റിലുണ്ട്. അതിലെനിക്ക് ആകപ്പാട് വിയോജിപ്പ് വന്ന് ഈ ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തില്ല. ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി ആക്കാമായിരുന്നു. ഗോപാലകൃഷ്ണൻ അന്ന് 85-ലാണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ABP എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന സമയത്ത് കേരളവർമ്മ കോളേജിൽ നിന്ന് UUC ആയിട്ട് ആൾ ജയിച്ചിട്ടുണ്ട്. പെമ്പിളരുടെ വോട്ട് മേടിച്ചു. ഗോപാലകൃഷ്ണൻ പണ്ടേ പെമ്പിളെ കാണാൻ അത്യാവശ്യം സുന്ദരനാണ്, നന്നായി സംസാരിക്കും, സാഹിത്യബോധമുണ്ട്. ഇങ്ങനെ പ്രേമിച്ച കല്യാണം കഴിച്ചു തോന്നുന്നു. പിന്നെ അങ്ങേര് ഈ പറഞ്ഞ കേരളത്തിന് പറ്റിയൊരു ആളാണ്. അയാളെ കുടുംബജീവിതം എല്ലാം തന്നെ വളരെ അങ്ങനെയുള്ളൊരു ആളാണ്. ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പരിഗണിക്കാൻ വേണ്ടി എനിക്ക് രാജീവ് ഗോപാലകൃഷ്ണനെ വേണ്ട വിധത്തിൽ അസസ് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ രാജീവ് സ്വാഭാവികം ഞാൻ ജനറൽ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ചു സുരേഷിൻ്റെ കൂടെ. അപ്പം അതാണ് അതിലൊരു. പക്ഷേ വൈസ് പ്രസിഡൻ്റായി. പിന്നെ അറിയുന്നവന് ഏത് പൊസിഷനും മതി. ഗോപാലകൃഷ്ണൻ എവിടെ അറിയണമെന്ന് അറിയാം, നന്നായി സംസാരിക്കാൻ അറിയാം, വേണേൽ പോയി തല്ലാൻ അറിയാം. പിന്നെ അയാളുടെ പേഴ്സണൽ ലൈഫും വളരെ നല്ല ഹൈ മോറൽ ഗ്രൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടും പറ്റിയൊരു വരേണ്ട ഒരു മാറ്റം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് വളരെ ഹോംവർക്ക് ചെയ്തെടുത്തൊരു മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയും ഉപേക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ രാജേഷൊക്കെ ഉണ്ട് അതിൽ, പക്ഷെ പഴയ പെർമനൻസ് ഇല്ല രാജേഷിനോ. അങ്ങനെ പഴയ മുഖങ്ങൾക്ക് അങ്ങനെ പെർമനൻസ് ഇല്ല. എന്നാൽ പുതിയ മുഖങ്ങൾക്ക് കൂടുതൽ പെർമനൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പഴയ ആളുകളൊന്നും മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ ചില മുതിർന്ന നേതാക്കളെ അവഗണിച്ചു. അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പം ഒരു ജനറേഷൻ മാറിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പിന്നെ എന്താണ് ശവക്കുഴി വരെ നിങ്ങളെ നേതാവാക്കി ഇരുത്തണമെന്ന് എങ്ങനെയാണ് നടക്കുക? നിങ്ങൾ ഇത്രയും എത്തിയത് ആരുടെയൊക്കെയോ തോള് കയറിയിട്ടാണ്.
അതിനുശേഷം 1-2 ജനറേഷൻ വന്നു. അവർ നിങ്ങളുടെ തോളിലേക്ക് അവർ മുന്നോട്ട് പോകും. ഞാനും രജനിയും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ വന്നങ്ങ് പോകേണ്ടവരാണ്. നമ്മളെല്ലാ കാലവും ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട ആളുകളല്ല, അല്ലേ? അതിൽ ഈ ഒരു സന്ദർഭത്തിൽ മറ്റേ കെ മുരളീധരന്റെ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞ കുറെ നാള് കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് വെള്ളവും ഒക്കെ കോരിയ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരെന്ന് പറയുന്നത്. അപ്പം പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വാക്ക് എടുത്തെന്ന് പറഞ്ഞ പാർട്ടിക്ക് വേണ്ടി BJP ഒരു വർഷത്തെ കേരളത്തിൽ പിടിച്ചു വരുന്ന സന്ദർഭത്തിൽ ഇവരെയൊക്കെ കോമാളികളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. BJP എന്ന് പറഞ്ഞ നിസ്സാരമായി തള്ളിക്കളഞ്ഞിരുന്നു. അപ്പൊ അതിൽ വർഗീയവാദികൾ എന്നാ. പക്ഷെ അതിൽ നിന്നൊക്കെ പിടിച്ചു കയറാൻ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ നിയന്ത്രിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് നേതാക്കന്മാര്, മുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊരു പിന്തുണ നൽകുന്നില്ല രാജ്യം. അവർക്ക് പിന്തുണ ആരാ കൊടുത്തത്? മുമ്പുള്ള ആളുകൾ കൊടുത്തിട്ടുണ്ടോ? മുകുന്ദേട്ടൻ പുറത്തു പോയതിനു ശേഷം മുകുന്ദേട്ടൻ തിരിച്ചു വരാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? ഇവർ തിരിച്ചു കൊണ്ടുവന്നു. മുകുന്ദേട്ടനെക്കാട്ടും വലിയ നേതാവൊന്നും ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഈ ഒരാളെ കുറ്റം പറയുമ്പോൾ അതിന്റെ മുമ്പ് അവരെന്താണ് ചെയ്തതെന്ന് കൂടി നോക്കണ്ടേ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മുകുന്ദേട്ടൻ എന്താ വെള്ളം കോരിയിട്ടില്ലേ? വിറക് വെട്ടിയിട്ടില്ലേ? മുകുന്ദേട്ടൻ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലായി. മുകുന്ദേട്ടൻ മരിക്കുന്ന സമയത്ത് മുകുന്ദേട്ടൻ എവിടെ ഇല്ലായിരുന്നു. പക്ഷേ BJPയുടെ ഓരോ ബൂത്ത് കമ്മിറ്റി മുകുന്ദേട്ടനെ ഫ്ലെക്സ് വെച്ചിരുന്നു, ആ നിർദ്ദേശം പോയിരുന്നു. അങ്ങനെ മോഡിക്ക് അതേ മുകുന്ദേട്ടൻ ആരാണ്? നിങ്ങൾ ചെയ്തതേ തന്നെ നിങ്ങൾക്ക് കിട്ടും, അത്രയേ പറയാനുള്ളൂ. പിന്നെ ഇത് പറഞ്ഞത്രേ ഉള്ളൂ. ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നിൽക്കുള്ളൂ. ഞാനാണെങ്കിൽ രജനിയാണെങ്കിൽ ഈ കാലഘട്ടം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ വിസിബിൾ ആവുള്ളൂ. അടുത്ത തലമുറ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളുടെ ഷോൾഡറിൽ ചവിട്ടി അവർ മുന്നോട്ട് പോകും. അതിന് അടുത്തൊരു 20 വർഷം വേറെ തലമുറ വരും, അവരുടെ ഷോൾഡർ ചവിട്ടി അവർ മുന്നോട്ട് പോകും. ഈ ഒരു ചെയിനിലുള്ള ഒരു കണ്ണി മാത്രമാണ് നമ്മളെല്ലാം. അത് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മതി. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയക്കാരും സിനിമക്കാരാണ്. ബിക്കോസ് ദർ ഇസ് നോ റിട്ടയർമെന്റ്. അല്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തോണ്ട്. ഇപ്പോൾ സിനിമക്കാരിൽ ജോഷി സാറൊക്കെ നിൽക്കുന്നില്ല, നിരന്തരം സിനിമ കണ്ട് സിനിമയെ പറ്റി മാത്രം ആലോചിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ തൃശ്ശൂരിലെ ഒരു വിജയം അതായിരുന്നല്ലോ കേരളത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ വിജയം തന്നെയാണ് ആഘോഷിക്കുന്നത് BJP. അതിനുശേഷമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. പക്ഷെ അത്രത്തോളം ഒരു കരകയറുവാൻ അവിടെ സാധിക്കും. നിലമ്പൂർ ആരും മത്സരിക്കുന്നില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചുകൂടെ വോട്ട് പിടിക്കാമായിരുന്നു. എന്തിനു പിടിക്കണം? അവിടെ പിന്നെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിനെ നിർത്തി. ആ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഏതാനും വോട്ടുകൾ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ BJP ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ്, ആ സാഹചര്യം കൂട്ടി എന്നുള്ളത് മാത്രമാണ് ആ ഇലക്ഷൻ്റെ ഗുണം. രാജീവ് ആ ഇലക്ഷൻ ആഗ്രഹിച്ചതല്ല മത്സരിക്കാൻ, ഇവിടെയുള്ള ഇവരുടെ നിർബന്ധം കൊണ്ട് ചെയ്തതല്ലേ. എന്നിട്ട് രാജീവ് കേട്ടിട്ടില്ല, എൻ്റെ മോളെന്ന് വിളിച്ചായിരുന്നു മത്സരിക്കുക, അതുകൊണ്ട് ചെയ്തതാണ്. വരുന്ന തെരഞ്ഞെടുപ്പ് തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ തിരുവനന്തപുരം, തൃശ്ശൂർ 2 കോർപ്പറേഷനിൽ BJP വിചാരിച്ചാൽ പിടിക്കാൻ പറ്റും. നല്ല സ്ട്രാറ്റജൈസ് ചെയ്ത് നീങ്ങി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല കുറേ ഗ്രാമപഞ്ചായത്തുകൾ പിടിക്കാൻ പറ്റും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ മേഖലയിൽ അനൂപൊക്കെ വന്നതിൻ്റെ ഒരു ഫലം, അല്ലെങ്കിൽ ഷോണൊക്കെ വന്നതിൻ്റെ ഒരു ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തണം. അങ്ങനെയുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ സമയം നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്ന സംഭവം ഞാനിപ്പോൾ മുൻകൂട്ടി കണ്ടു അറിയാം. തൃശ്ശൂർ അവിടെ ആ നഗരത്തിലെ ആ മണ്ഡലത്തിൽ, തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ആൾ, BJP വിസിബിൾ ആയിട്ടുള്ള ആൾ, അങ്ങനെ ഈ ശബരി മഹോത്സവം എന്നൊക്കെ പറഞ്ഞ സംഘടന ഈ നമ്മളെ ഈ പറഞ്ഞിട്ടുള്ള ഗോപാലകൃഷ്ണനാണ്. പക്ഷേ ആ സീറ്റ് മുമ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച പൽമജയുണ്ട്, ലീഡറിൻ്റെ മോള്. പൽമജ ആണെങ്കിൽ അവിടെ ജയിക്കാൻ സാധ്യതയല്ല. ഗോപാലകൃഷ്ണനാണ് ചിലപ്പോൾ അവിടെ ജയിക്കും. ഇത് എന്നോടാണ് തൃശ്ശൂർക്കാർ തന്നെ വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ. അപ്പോൾ പൽമജനെ എവിടെ പ്ലേസ് ചെയ്യും? ഒന്നേ അവരെ ഗവർണർ ആക്കേണ്ടി വരും, അല്ലെ അവനെ ലീഡറിൻ്റെ മോള് BJPയിൽ വരുമ്പോൾ അവരെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കരുത്, അത് നന്ദികേടായിപ്പോവും അവർക്ക് ആ പൊസിഷൻ. പക്ഷേ ആ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് എനിക്കൊന്ന് പോകാൻ അടുത്ത ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇടയ്ക്ക് അവിടെ പോകുന്ന ആളാണ് തൃശ്ശൂർ. അവിടെ ഒരു BJPയുടെ ഗോപാലകൃഷ്ണനാണ്. അവിടെ ഓരോ മണ്ഡലത്തിൽ അങ്ങനെ ചില ആളുകൾ അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. ഓരോ സ്ഥലത്തും പറ്റിയ ആളുകളെ നിർത്തുക, അതിനിടയ്ക്ക് ഈ വിഷം പിടിച്ച പ്രസ്താവനകൾ നടത്താതിരിക്കുക. അതിന് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഗണപതി വട്ടം പറഞ്ഞ പോലെയുള്ള സാധനങ്ങൾ നടത്താതിരിക്കുക. ഇതിലൊരു അസ്വാരസ്യം കാണില്ലേ BJPയുടെ? അത് എല്ലാ സമയത്തും ഉണ്ട്, ആരെടുത്താലും. പണ്ട് കാലത്തും ഇപ്പൊ കോൺഗ്രസിലെ പോലെ തന്നെ ചില അസ്വാരസ്യങ്ങൾ BJPയിൽ പണ്ട് കാലത്ത് ഉള്ളത് കൊണ്ടാണ് അത്രയും നാള് ചൂട് പിടിക്കാതിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഒരു ഗ്രൂപ്പായിട്ട് വന്നു തുടങ്ങുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ഇല്ലാണ്ടായി, ഇപ്പൊ ഒറ്റ ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ ഇതിനകത്തും ചില ഈ പറഞ്ഞോണോ അങ്ങോട്ടും ഇങ്ങോട്ടും അതുണ്ടാവും. അതല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ഏറ്റവും പ്രശ്നം യുവാക്കളെ പരിഗണിച്ചിട്ടില്ല. അതെല്ലാ സമയത്തും ഉണ്ടാവും. ഇപ്പോൾ എന്താ പ്രശ്നം? സീനിയേഴ്സിനെ പരിഗണിച്ചിട്ടില്ല. യുവാക്കളെ പരിഗണിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. യുവാക്കൾക്ക് സ്ഥാനം കൊടുക്കും. ഇവരൊക്കെ മന്ത്രി, MLA, മുഖ്യമന്ത്രി, ഇനി ഇവരെന്തോന്ന് പരിഗണിക്കാനാ? ഇവരൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ ആ സ്ഥാനത്ത് നമ്മൾ നൽകിയത്? അങ്ങനെ കോൺട്രിബ്യൂഷൻ നൽകിയ ആളുകളെ, ചില ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള
ആ രീതി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുണ്ട് കേരളത്തിൽ. ഇവരൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടാ? പിന്നെ ആരെങ്കിലും പിടിച്ച് സ്ഥിരം പിന്നെ ആനപ്പുറത്ത് ഇറക്കണം നമ്മളോട് ദൈവം പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആനപ്പുറത്ത് തന്നെ കയറ്റിയിരുത്തണം. ആ പറയുന്നതിനും കാര്യമില്ല. അത് എവിടെ പോയാലും മുടി ഉണ്ടെങ്കിൽ 4 സൈഡിലേക്ക് വാരി കെട്ടാന്ന് എൻ്റെ ഉമ്മ പറയും. അതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.